केरला के गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्रीमान पी विजयन जी, केंद्रीय कैबिनेट के मेरे सहयोगीगण, मंच पर मौजूद अन्य सभी महानुभाव और केरला के मेरे भाई और बहनों, केरला गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्री पी पिണറായി വിജയൻ ജി, കേന്ദ്രമന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മഹാനുഭാവന്മാരെ, കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ओरिकल कुड्डे श्री अनंत पद्मनाभ पांडे मणिलेक वरान साध तीर्थ दिल एनिक अतियाय സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. साथियों, आज भगवान आदि शंकराचार्य जी की जयंती है. 3 वर्ष पूर्व सितंबर में मुझे उनके जन्मभूमि क्षेत्र में जाने का सौभाग्य मिला था. मुझे खुशी है कि मेरे संसदीय क्षेत्र काशी में विश्वनाथ धाम परिसर में आदि शंकराचार्य जी की भव्य प्रतिमा स्थापित की गई है. मुझे उत्तराखंड के केदारनाथ धाम में आदि शंकराचार्य जी की दिव्य प्रतिमा के अनावरण का भी सौभाग्य मिला है. और आज ही देवभूमि उत्तराखंड में केदारनाथ मंदिर के पट खुले हैं. केरला से निकलकर देश के अलग अलग कोनों में मठों की स्थापना करके आदि शंकराचार्य जी ने राष्ट्र की चेतना को जागृत किया. इस पुनीत अवसर पर मैं उन्हें श्रद्धापूर्वक नमन करता हूं. സുഹൃത്തുക്കളെ, ഇന്ന് ഭഗവാൻ ആദി ശങ്കരാചാര്യ ജയന്തിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബറിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. എൻ്റെ മണ്ഡലമായ കാശിയിൽ വിശ്വനാഥ് ധാമിൽ അതിന്റെ പരിസരത്ത് ആദി ശങ്കരാചാര്യരുടെ ഭവ്യമായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരാഖണ്ഡിലെ കേദാരനാഥ് ധാമിലും ആദി ശങ്കരാചാര്യരുടെ ദിവ്യ പ്രതിമ അനാവരണം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ കേദാരനാഥ മന്ദിർ തുറക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട രാജ്യത്തിന്റെ വിവിധ മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ആദി ശങ്കരാചാര്യർ രാഷ്ട്ര ചൈതന്യം ഉണർത്താൻ ശ്രമിച്ചു. ഈ പവിത്രമായ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. साथियों, यहां एक और अपनी संभावनाओं के साथ उपस्थित ये विशाल समुद्र है और दूसरी ओर प्रकृति का अद्भुत सौंदर्य है. और इन सब के बीच हम न्यू एज डेवलपमेंट का सिंबल ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഭാഗത്ത് അപാരമായ സാധ്യതകളുള്ള വിശാലമായ സമുദ്രം, മറുഭാഗത്ത് പ്രകൃതി സൗന്ദര്യം വാർന്നൊഴുകുന്ന വിവിധ പ്രദേശങ്ങൾ. ഇതിനിടയിൽ ഇന്ന് ന്യൂ ഏജ് ഡെവലപ്മെന്റിന്റെ മാതൃകയായി ഈ വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ സീപോർട്ട് നിലനിൽക്കുന്നു.
ഞാൻ കേരളത്തിലെ ആളുകൾക്കും ദേശവാസികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. साथियों, इस सी पोर्ट को 8,800 करोड़ रुपीस की लागत से तैयार किया गया है. अभी इस ट्रांसशिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के 3 गुनी हो जाएगी. यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. സുഹൃത്തുക്കളെ, 8,800 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും വരും കാലത്ത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതിലൂടെ ലോകത്തുള്ള വലിയ വലിയ ചരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാകും. ഇതുവരെ 75%-ലധികം ട്രാൻസ്ഷിപ്മെന്റ് ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് നിലനിന്നിരുന്നത്. ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു. ഈ കാരണത്തിന്, ഈ പരിസ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും. ഇനി രാജ്യത്തിന്റെ പൈസ നമുക്ക് തന്നെ പ്രയോജനപ്പെടും. പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം അത് കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടും. साथियों, गुलामी से पहले हमारे भारत ने हजारों वर्ष की समृद्धि देखी है. एक समय में ग्लोबल जीडीपी में मेजर शेयर भारत का हुआ करता था. उस दौर में हमें जो चीज दूसरे देशों से अलग बनाती थी वो थी हमारी मैरीटाइम कैपेसिटी, हमारी पोर्ट सिटीज की इकोनॉमिक एक्टिविटी. केरला का इसमें बड़ा योगदान था. സുഹൃത്തുക്കളെ, ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ആയിരക്കണക്കിന് വർഷം നമ്മുടെ ഭാരതം സമൃദ്ധ ഭാരതമായിരുന്നു. ഒരു കാലത്ത് ഗ്ലോബൽ GDPയുടെ മുഖ്യ പങ്കും ഭാരതമാണ് സംഭാവന ചെയ്തിരുന്നത്. ഇതിനിടയിൽ മറ്റ് രാജ്യങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി. ഇന്ന് നമ്മുടെ മാരിടൈം കപ്പാസിറ്റി, നമ്മുടെ പോർട്ട് സീരീസ്, നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി, ഇതിലെല്ലാം കേരളത്തിന്റെ പങ്ക് മഹത്തരമാണ്. केरला से अरब सागर के रास्ते दुनिया के अलग अलग देशों से ट्रेड होता था. यहां से जहाज व्यापार के लिए दुनिया के कई देशों में जाते थे. आज भारत सरकार देश की आर्थिक ताकत के उस चैनल को और मजबूत करने के संकल्प के साथ काम कर रही है. भारत के कोस्टल स्टेट, हमारी पोर्ट सिटीज विकसित भारत की ग्रोथ का अहम सेंटर बनेंगे. മുൻകാലങ്ങളിൽ കേരളത്തിലുള്ളവർ അറബിക്കടലിലൂടെ ലോകത്താകമാനം ട്രേഡിനായി പോയിരുന്നു. ഇവിടെ നിന്നും കപ്പലുകൾ വ്യാപാരത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇന്ന് ഭാരത സർക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയായ ഈ ചാനലിനെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.
ഭാരതത്തിന്റെ കോസ്റ്റൽ സ്റ്റാറ്റസ് നമ്മുടെ പോർട്ട് സിറ്റീസ് വികസിത ഭാരത സങ്കല്പത്തിന്റെ പുരോഗതിക്ക് പ്രധാന സെന്ററായി മാറും. मैं अभी पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. അദാനി വളരെ വേഗത്തിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. 30 വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ പോർട്ട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇത്രയും വലിയ പോർട്ട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ വിഴിഞ്ഞത്താണ്. ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരും. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर हैं, यहां शशि थरूर भी बैठे हैं, और आज का ये इवेंट कई लोगों की नींद हराम कर देगा. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. He could not. well, मैसेज चला गया जहां जा रहा था. साथियों, पोर्ट इकोनॉमी की पूरे पोटेंशियल का इस्तेमाल तब होता है जब इंफ्रास्ट्रक्चर और ईज ऑफ डूइंग बिजनेस दोनों को बढ़ावा मिले. पिछले 10 वर्षों में यही भारत सरकार की पोर्ट और वाटरवेज पॉलिसी का ब्लूप्रिंट रहा है. हमने इंडस्ट्रियल एक्टिविटीज और राज्य के होलिस्टिक विकास के लिए तेजी से काम आगे बढ़ाया है. സുഹൃത്തുക്കളെ, പോർട്ട് ഇക്കോണമിയുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും രണ്ടും പുരോഗമനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭാരത സർക്കാർ പോർട്ട് വാട്ടർവേജ് പോളിസി അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നാം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികൾ, സംസ്ഥാനങ്ങളുടെ ഹോളിസ്റ്റിക് വികസനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. भारत सरकार ने राज्य सरकार के सहयोग से सागरमाला परियोजना के तहत पोर्ट इंफ्रास्ट्रक्चर को अपग्रेड किया है, पोर्ट कनेक्टिविटी को भी बढ़ाया है. पीएम गति शक्ति के तहत वाटरवेज, रेलवेज, हाईवेज और एयरवेज की इंटर कनेक्टिविटी को तेज गति से बेहतर बनाया जा रहा है. ईज ऑफ डूइंग बिजनेस के लिए जो रिफॉर्म्स किए गए हैं, उससे पोर्ट्स और अन्य इंफ्रास्ट्रक्चर सेक्टर में भी इन्वेस्टमेंट बढ़ा है. ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി സാഗർമാല പരിയോജന അതിന് കീഴിൽ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പോർട്ട് കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുകയാണ്. PM ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി വാട്ടർവേസ്, റെയിൽവേസ്, ഹൈവേസ്, എയർവേസ് ഇവ തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനായി നടത്തുന്ന റിഫോമുകൾ ഇതിലൂടെ പോർട്ടുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയാണ്. इंडियन सीफेरर्स, उनसे जुड़े नियमों में भी भारत सरकार ने रिफॉर्म्स किए हैं और इसके परिणाम भी देश देख रहा है.
2014 में इंडियन सी फेयरर्स की संख्या 1.25 लाख से भी कम थी। अब इनकी संख्या 3.25 लाख से भी ज्यादा हो गई है। आज भारत सी फेयरर्स की संख्या के मामले में दुनिया के टॉप 3 देशों की लिस्ट में शामिल हो गया है। ഇന്ത്യൻ കടൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ഭാരത സർക്കാർ മാറ്റം കൊണ്ടുവരികയാണ്. ഇതിന്റെ മാറ്റം രാജ്യത്ത് കാണാനാകുന്നു. 2014 ഇന്ത്യൻ സീ ഫെയേഴ്സിന്റെ എണ്ണം 1.25 ലക്ഷത്തിൽ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ എണ്ണം 3.25 ലക്ഷത്തിലധികം വർദ്ധിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം കടൽ യാത്രക്കാരുടെ സംഖ്യയുടെ കണക്കിൽ ലോകത്ത് ആദ്യത്തെ 3 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. फ्रेंड्स, शिपिंग इंडस्ट्री से जुड़े लोग जानते हैं कि 10 साल पहले हमारे शिप्स को पोर्ट्स पर कितना लंबा इंतजार करना पड़ता था। उन्हें अनलोड करने में लंबा समय लग जाता था। इससे बिजनेस, इंडस्ट्री और इकोनॉमी सबकी पर स्पीड प्रभावित होती थी। लेकिन हालात अब बदल चुके हैं। पिछले 10 वर्षों में हमारे प्रमुख बंदरगाहों पर शिप टर्न अराउंड टाइम में 30% तक की कमी आई है। हमारे पोर्ट्स की एफिशिएंसी में भी बढ़ोतरी हुई है, जिसके कारण हम कम से कम ज्यादा कार्गो हैंडल कर रहे हैं. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കപ്പലുകൾക്ക് പോർട്ടിൽ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്നതിന് ദീർഘകാലം വേണ്ടി വന്നിരുന്നു. ഇതിലൂടെ ബിസിനസ്, ഇൻഡസ്ട്രി, ഇക്കോണമി ഇതിന്റെ എല്ലാം വേഗതയ്ക്ക് സ്വാധീനം ചെലുത്തി. എന്നാൽ ഇന്ന് കാലം മാറുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രമുഖ തുറമുഖങ്ങളിൽ ഷിപ്പ് ടേൺ അറൌണ്ട് ടൈമിൽ 30% കുറവ് വന്നു. ഇതിലൂടെ പോർട്ടുകളുടെ എഫിഷ്യൻസി വർദ്ധിച്ചു. ഇത് കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നു. साथियों, भारत की सफलता के पीछे पिछले 1 दशक की मेहनत और विजन है. पिछले 10 वर्षों में हमने अपने पोर्ट्स की क्षमता को 2 गुना किया है. हमारे नेशनल वाटरवेज का भी 8 गुना विस्तार हुआ है. आज ग्लोबल टॉप 30 पोर्ट्स में हमारे 2 भारतीय पोर्ट्स हैं. लॉजिस्टिक परफॉर्मेंस इंडेक्स में भी हमारी रैंकिंग बेहतर हुई है. ग्लोबल शिप बिल्डिंग में हम टॉप 20 देशों में शामिल हो चुके हैं. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഈ വിജയം കഴിഞ്ഞ ദശകങ്ങളിലെ നമ്മുടെ പരിശ്രമത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും ഫലമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ പോർട്ടുകളുടെ ക്ഷമത 2 ഇരട്ടി വർദ്ധിച്ചു. നമ്മുടെ നാഷണൽ വാട്ടർവേസിന്റെ വേഗത 8 ഇരട്ടി വർദ്ധിച്ചു. ഇന്ന് ഗ്ലോബൽ ടോപ്പ് 30 പോർട്ടുകളിൽ നാം 2ാം സ്ഥാനത്ത് നമ്മുടെ 2 പോർട്ടുകളുണ്ട്. ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലും നമ്മുടെ റാങ്കിംഗ് മികച്ചതാണ്. ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗിൽ നാം ആദ്യത്തെ 20 രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. अपने बेसिक इंफ्रास्ट्रक्चर को ठीक करने के बाद हम अब ग्लोबल ट्रेड में भारत की स्ट्रेटेजिक पोजीशन पर फोकस कर रहे हैं. इस दिशा में हमने मैरीटाइम अमृतकाल विजन लॉन्च किया है. विकसित भारत के लक्ष्य तक पहुंचने के लिए हमारी मैरीटाइम स्ट्रेटेजी का वो क्या होगी, हमने उसका रोड मैप बनाया है. നമ്മുടെ റോഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കിയതിനു ശേഷം നാം ഇപ്പോൾ ഗ്ലോബൽ ട്രേഡിൽ ഭാരതത്തിന്റെ
സ്ട്രാറ്റജിക് പൊസിഷൻ ഫോക്കസ് ചെയ്യുകയാണ്. ഈ ദിശയിൽ നാം മാരിടൈം അമൃത്കാൽ വിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, അവിടെ എത്തിച്ചേരുന്നതിനുള്ള നമ്മുടെ യാത്രയിൽ മാരിടൈം സ്ട്രാറ്റജി എന്താകും, ഇതിനായി നാം റോഡ് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. आपको याद होगा G20 समिट में हमने कई बड़े देशों के साथ मिलकर इंडिया मिडल ईस्ट यूरोप कॉरिडोर पर सहमति बनाई है. इस रूट पर केरला बहुत महत्वपूर्ण पोजीशन पर है. केरला को इसका बहुत लाभ होने वाला है. നിങ്ങൾക്ക് ഓർമ്മ കാണും, G20 സബ്മിറ്റിൽ നാം വലിയ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന കാര്യത്തിന് അനുവാദം നേടിയിട്ടുണ്ട്. ഈ റൂട്ടിൽ കേരളം വളരെ മുന്നിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന് ഇതിലൂടെ വളരെയധികം ലാഭകരമായ കാര്യങ്ങൾ ഉണ്ടാകും. साथियों, देश के मैरीटाइम सेक्टर को नई ऊंचाई देने में प्राइवेट सेक्टर का भी अहम योगदान है. पब्लिक प्राइवेट पार्टनरशिप के तहत पिछले 10 वर्षों में हजारों करोड़ रुपए का निवेश हुआ है. इस भागीदारी से न केवल हमारे पोर्ट्स ग्लोबल स्टैंडर्ड पर अपग्रेड हुए हैं, बल्कि वो फ्यूचर रेडी भी बने हैं. प्राइवेट सेक्टर की भागीदारी से इनोवेशन और एफिशिएंसी दोनों को बढ़ावा मिला है. और शायद मीडिया के लोगों ने एक बात पर ध्यान केंद्रित किया होगा, जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ മാരിടൈം സെക്ടറിൽ ഉന്നതങ്ങൾ കീഴടക്കുന്നതിന് നാം പ്രൈവറ്റ് സെക്ടറിനും ആവശ്യമായ പരിഗണന നൽകണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ പങ്കാളിത്തം കേവലം നമ്മുടെ പോർട്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മാത്രമല്ല, ഫ്യൂച്ചർ റെഡിയായി ഇത് നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടുത്തണം. പ്രൈവറ്റ് സെക്ടറിന്റെ പങ്കാളിത്തം, ഇന്നവേഷൻ, എഫിഷ്യൻസി ഇത് രണ്ടും വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീ അദാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയും ഇക്കാര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. साथियों, हम कोच्चि में शिप बिल्डिंग एंड रिपेयर क्लस्टर स्थापित करने की दिशा में भी आगे बढ़ रहे हैं. इस क्लस्टर के तैयार होने के उसके कारण यहां रोजगार के अनेक नए अवसर तैयार होंगे. केरला के लोकल टैलेंट को, केरला के युवाओं को आगे बढ़ने का मौका मिलेगा. സുഹൃത്തുക്കളെ, നാം കൊച്ചിയിൽ ഷിപ്പ് ബിൽഡിംഗ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ മാർഗത്തിൽ നാം മുന്നേറുകയാണ്. ഈ ക്ലസ്റ്റർ തയ്യാറാകുന്നതിലൂടെ അവിടെ ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ പ്രാദേശികമായ വിഭവങ്ങൾ, കേരളത്തിലെ യുവാക്കൾ, ഇതെല്ലാം അവർക്ക് മുന്നേറുന്നതിനുള്ള അവസരങ്ങൾ നൽകും. फ्रेंड्स, भारत की शिप बिल्डिंग कैपेबिलिटीज को बढ़ाने के लिए देश अब बड़े लक्ष्य लेकर चल रहा है. इस साल बजट में भारत में बड़े शिप के निर्माण को बढ़ाने के लिए नई पॉलिसी की घोषणा की गई है. इससे हमारे मैन्युफैक्चरिंग सेक्टर को भी बढ़ावा मिलेगा. इसका सीधा लाभ
हमारे एमएसएमई को होगा और इससे बड़ी संख्या में एम्प्लॉयमेंट के और एंटरप्रेन्योरशिप के अवसर तैयार होंगे। ഫ്രണ്ട്സ്, ഭാരതത്തിലെ ഷിപ്പ് ബിൽഡിംഗ് കാപ്പബിലിറ്റീസ് പുരോഗതി കൈവരിക്കുന്നതിലൂടെ രാജ്യത്ത് ഈ ലക്ഷ്യത്തിലൂടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റിൽ ഭാരതം വലിയ ഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അതിന്റെ പുരോഗതിക്കായി പുതിയ പുതിയ പോളിസികൾ പ്രഖ്യാപിച്ചു. ഇതിലൂടെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ അതിന് പുരോഗതി കൈവരും. ഇതിന്റെ നേരിട്ടുള്ള പ്രയോജനം എംഎസ്എംഇ സെക്ടറിനും ധാരാളമായി ലഭിക്കും. ധാരാളമായി എംപ്ലോയ്മെന്റും എന്റർപ്രണർഷിപ്പും അതിനുള്ള അവസരങ്ങൾ കിട്ടും. साथियों, सही मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो, व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो। केरला के लोग जानते हैं, हमारे प्रयासों से पिछले 10 वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवेज, रेलवेज और एयरपोर्ट से जुड़ा विकास हुआ है। कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है। हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी हैं। ഫ്രണ്ട്സ്, അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനം സാധ്യമായി എന്ന് പറയാൻ കഴിയുന്നത്. വ്യാപാര മേഖല പുരോഗതി കൈവരിക്കണം. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനം കൊണ്ടുവരണം. കേരളത്തിലെ ആളുകൾ ഇതെല്ലാം അറിയുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ കേരളത്തിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനൊപ്പം അതിവേഗത്തിൽ ഹൈവേകളും റെയിൽവേയും എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി. കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതികൾ ഭാരത സർക്കാർ വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. फ्रेंड्स, भारत सरकार केरला के विकास से देश के विकास के मंत्र पर भरोसा करती है। हम कोऑपरेटिव फेडरलिज्म की भावना से चल रहे हैं। बीते 1 दशक में हमने केरला को विकास की सोशल पैरामीटर्स पर भी आगे ले जाने का काम किया है। जल जीवन मिशन, उज्ज्वला योजना, आयुष्मान भारत, प्रधानमंत्री सूर्यघर मुफ्त बिजली योजना, ऐसी अनेक योजनाओं से केरला के लोगों को बहुत लाभ हो रहा है. ഫ്രണ്ട്സ്, ഭാരത സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് രാജ്യത്തിന്റെ വികസനം എന്ന മന്ത്രത്തോടെ മുന്നോട്ട് പ്രവർത്തിക്കുന്നു. നാം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ 1 ദശകത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തെ സോഷ്യൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. ജൽ ജീവൻ മിഷൻ, ഉജ്ജ്വല യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കേരളത്തിലെ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം കൊണ്ടുവരുന്നതിന് ശ്രമിച്ചു. साथियों, हमारे फिशरमैन का बेनिफिट भी हमारी प्राथमिकता है। ब्लू रिवॉल्यूशन और प्रधानमंत्री मत्स्य संपदा योजना के तहत केरला के लिए सैकड़ों करोड़ रुपए की परियोजनाओं को मंजूरी दी गई है। हमने पोन्नानी और पुथियप्पा जैसे फिशिंग हार्बर का भी मॉडर्नाइजेशन किया है। केरला में हजारों मछुआरे भाई बहनों को किसान क्रेडिट कार्ड भी दिए गए हैं, जिसके कारण उन्हें सैकड़ों करोड़ रुपए की मदद मिली है. സുഹൃത്തുക്കളെ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുടെ പുരോഗമനവും നാം പ്രഥമ പരിഗണന നൽകുന്നു.
ബ്ലൂ റവല്യൂഷൻ, പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന, ഈ പദ്ധതികളിലൂടെ കേരളത്തിലെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തിയത്. നാം പൊന്നാനിയും പുതിയപ്പ ഫിഷിംഗ് ഹാർബറുകളുടെ മോഡേണൈസേഷൻ നടത്തുന്നതിനുള്ള പദ്ധതികൾ നടത്തുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക്, സഹോദരീ സഹോദരന്മാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടായി. साथियों, हमारा केरला सौहार्द और सहिष्णुता की धरती रहा है। यहां सैकड़ों साल पहले देश की पहली और दुनिया की सबसे प्राचीन चर्च में से एक सेंट थॉमस चर्च बनाई गई थी। हम सब जानते हैं, हम सबके लिए कुछ ही दिन पहले दुख की बड़ी घड़ी आई है। कुछ दिन पहले हम सभी ने पोप फ्रांसिस को खो दिया है। भारत की ओर से उनके अंतिम संस्कार में शामिल होने के लिए हमारी राष्ट्रपति द्रौपदी मुर्मू जी वहां गई थी। उसके साथ हमारे केरल के ही साथी, हमारे मंत्री श्री जॉर्ज कुरियन, वो भी गए थे। मैं भी केरला की धरती से एक बार फिर इस दुख में शामिल सभी लोगों के प्रति अपनी संवेदना प्रकट करता हूं। സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ സൗഹാർദ്ദത്തോടെയും സഹിഷ്ണുതയോടെയും ജീവിക്കുന്ന ആളുകളാണ്. കേരളം അങ്ങനെയുള്ള മണ്ണാണ്. ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ആദ്യത്തെ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സെന്റ് തോമസ് ചർച്ച് നിർമ്മിച്ചു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് ആരാധ്യനായ പോപ്പ് ഫ്രാൻസിസിനെ നഷ്ടപ്പെട്ടു. ഭാരതത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ആരാധ്യായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ നിന്നും യാത്ര പോയിരുന്നു. ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും പങ്കെടുത്തു. ഞാനും കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദുഃഖകരമായ ആ വാർത്തയിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. साथियों, पोप फ्रांसिस की सेवा भावना, क्रिश्चियन परंपराओं में सबको स्थान देने के उनके प्रयास, इसके लिए दुनिया हमेशा उन्हें याद रखेगी। मैं इसे अपना सौभाग्य मानता हूं कि मुझे उनके साथ जब भी मिलने का अवसर मिला, अनेक विषयों पर विस्तार से मुझे उनसे बातचीत का अवसर मिला और मैंने देखा हमेशा मुझे उनका विशेष स्नेह मिलता रहता था। मानवता, सेवा और शांति जैसे विषयों पर उनके साथ हुई चर्चा, उनके शब्द हमेशा मुझे प्रेरित करते रहेंगे। സുഹൃത്തുക്കളെ, പോപ്പ് ഫ്രാൻസിസ് സേവന മനോഭാവം കൊണ്ടും ക്രിസ്ത്യൻ പാരമ്പര്യം നിലനിർത്തുന്നതിലും അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ലോകത്താകമാനം എന്നും ഓർമ്മിക്കപ്പെടും. എനിക്കും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം പലതവണ അദ്ദേഹത്തെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം എനിക്ക് ലഭിക്കുകയും ചെയ്തു. മനുഷ്യത്വം, സേവന മനോഭാവം, ശാന്തി എന്നീ വിഷയങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് എപ്പോഴും പ്രേരണ നൽകിയിട്ടുണ്ട്. साथियों, मैं एक बार फिर आप सभी को आज के इस आयोजन के लिए अपनी शुभकामनाएं देता हूं। केरला ग्लोबल मैरीटाइम ट्रेड का बड़ा सेंटर बने और हजारों नई जॉब्स क्रिएट हो, इस दिशा में भारत सरकार राज्य सरकार के साथ मिलकर
काम करती रहेगी। मुझे पूरा विश्वास है कि केरला के लोगों के सामर्थ्य से भारत का मैरीटाइम सेक्टर नई बुलंदियों को छुएगा। സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭാശംസകൾ നേരുകയാണ്. കേരളം ഗ്ലോബൽ മാരിടൈം ട്രേഡിന്റെ വലിയ സെന്ററായി മാറണം. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ഈ ദിശയിൽ ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കഴിവ് ഭാരതത്തിന്റെ മാരിടൈം സെക്ടറിന്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് വിജയകരമായി മുന്നോട്ട് വരുമെന്ന്. നമുക്ക് ഒരുമിച്ച് ഒരു വികസിത് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത്. നമുക്കൊരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത്. ധന്യവാദ്. വളരെയധികം നന്ദി.